നീ പറഞ്ഞത് ശരിയാണ് അനന്തരവ. ആ മാഗ്നറ്റ് തന്നെയാണ് എന്റെ പുത്തൻ പുതിയ കണ്ടുപിടുത്തം. എത്ര നേരമായി നിങ്ങളെ തേടുന്നു. എന്റെ ഈ പുതിയ കണ്ടുപിടുത്തം വെച്ച് ഏതൊരു മനുഷ്യനെ ഈ മാഗ്നറ്റ് മാനാക്കി മാറ്റാം. ഇത് ഒരു മാഗ്നറ്റിക് ബാൻഡാണ്. ഇതാരെങ്കിലും അവന്റെ റെസ്റ്റിൽ അണിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരുപാട് മാഗ്നറ്റിക് പവർ കിട്ടും. അത് കൊള്ളാമല്ലോ കോജി സിംഗ്. അതിങ്ങത്താ ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളുടെ കണ്ടുപിടുത്തം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അല്ല ഇതെന്താ, ഇതൊട്ടും ഫിറ്റാവുന്നില്ലല്ലോ. അതെ, ഞാൻ ഈ മാഗ്നറ്റിക് ബാൻഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോ ഇനി എന്ത് സംഭവിക്കും കോജി സിംഗ്? അയ്യോ, എന്നെ തല്ലിക്കൊല്ലല്ലേ. അയ്യോ, ഈ പാത്രം കൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അയ്യോ, എന്താണ് ഇതൊക്കെ? എന്റെ ദേഹത്തെടുത്ത് മാറ്റ്. ഈ പാത്രങ്ങൾ എങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അമ്മാവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും മാഗ്നറ്റ് ബാൻഡ് ഊരിയെടുക്കണം. പൂജകളെ മാഗ്നറ്റ് ബാൻഡിന്റെ ചാവി തന്നെ. താക്കോലോ ഇന്നാ പിടിച്ചോ. ചേട്ടാ, താക്കോല് കിട്ടുന്നില്ലല്ലോ. താക്കോൽ എവിടെ വെച്ചെന്ന് അറിയില്ല. എന്ത് അറിയില്ലെന്നോ? അപ്പോ എന്റെ കാര്യം എന്താവും? എന്തെങ്കിലും ചെയ്ത് ഈ മാഗ്നറ്റിക് ബാൻഡ് ഒന്ന് അഴിച്ചു മാറ്റ്. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ചേട്ടാ, ഈ മാഗ്നറ്റിക് ബാൻഡ് അമ്മാവൻ അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ നമ്മൾ ഒരുപാട് സഹായിക്കുമെന്നാ തോന്നുന്നേ. പിന്നെ എന്തിനാ താമസിക്കുന്നത്? നമുക്ക് ആ അമ്മാവന് ഒരു ലോങ് ഡ്രൈവിന് കൊണ്ടുപോയേക്കാം. ഓക്കേ? അങ്ങനെ ഇര നമ്മുടെ വലയിൽ കുടുങ്ങിക്കഴിഞ്ഞു. അയ്യോ അനന്തരവാ, എന്നെ ഒന്ന് രക്ഷിക്ക്. See you. Bye bye. ഹലോ പോലീസ് മാഡം, അമ്മാവനെ കിഡ്നാപ്പ് ചെയ്തുണ്ടായി. ഒന്ന് വേഗം വരൂ. എന്ത്? എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ബഹദൂറെ, വണ്ടി എടുക്കടോ. ചേട്ടാ, ഐഡിയ. വണ്ടി തിരിച്ചിട്ടെ നമുക്ക് അമ്മാവനെ ഷട്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. എടോ അമ്മാവ, ഞങ്ങളുടെ ഈ ഗ്യാങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. താങ്ക്സ് അമ്മാവ. അനന്തരവാ, നീ വിടാതെ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടല്ലോ. ഇനി അമ്മാവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. അങ്ങനെ അനന്തരവനെ ഒരു വഴിക്കാക്കിയേക്കാം. അത് കൊള്ളാമല്ലോ ചേട്ടാ, നിങ്ങൾ ശരിക്കും അടിപൊളിയാ. ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? ഓ, രക്ഷപ്പെട്ടു. എന്താണോ ഇത്? ഹഡിൽ റേസോ മറ്റോ ആണോ? എടോ ബഹദൂറെ, തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ പയ്യെ ചവിട്ടണമെന്ന്. എന്റെ മേക്കപ്പ് മൊത്തം പോയി. ഞാനിപ്പോ അമ്മാവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അതേതായാലും കലക്കി അനന്തരവ. അമ്മാവനെ രക്ഷപ്പെടുത്താൻ നീ എന്തൊരു ഐഡിയ ചെയ്തത്? അനന്തരവൻ എവിടെയുള്ളപ്പോ അമ്മാവനെ
സംഭവിക്കോ? അമ്മാവ നിങ്ങൾ അല്പം സൂക്ഷിക്കണം കേട്ടോ. മെറ്റലിൽ നിന്ന് അകത്ത് നിൽക്കണം. ഇതെന്താ ഇത്? എന്റെ കാല് തറയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. എന്തെങ്ങനെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലും പറ്റുന്നില്ല. എന്റെ അമ്മാവാ, ആദ്യം ലോഹത്തിലല്ലേ ഒട്ടിപ്പിടിച്ചത്, ഇപ്പൊ എന്താ നിലത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നോ? ബഹദൂർ, വേഗം കയറെടുത്തിട്ട് വാ. ഞാനിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് ഇവിടുന്ന് ഒട്ടും അനങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി, ഈ റോഡിന് താഴെ എന്തോ ഇരുമ്പുണ്ടെന്ന് തോന്നുന്നു. അമ്മാവ മാഗ്നറ്റ് മാൻ ആയതുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കാണ്. ഓ, ഇപ്പോഴാ ഞാൻ ഓർത്തത്. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫണ്ടൂസ് നഗറില് ഇരുമ്പിന്റെ അംശങ്ങൾ ഒരുപാട് കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് എവിടെയാണ് എന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ അമ്മാവൻ ഇന്ന് ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നമുക്ക് ആ ഇരുമ്പ് കിട്ടുകയാണെങ്കിൽ ഫണ്ടൂസ് നഗറിന്റെ വികസനത്തിനായിട്ട് ഉപയോഗിക്കാം. ഐഡിയ! ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ലോണം അറിയാം. ബഹദൂർ അങ്കിളെ, എന്നോടൊപ്പം വന്നേ. ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടു. വേണ്ട വേണ്ട. അത് കൊള്ളാലോ അനന്തരവാ, നീ ഒരു കല്ലെറിഞ്ഞ് 2 മാങ്ങയാണല്ലോ വീഴ്ത്തിരിക്കുന്നത്. അമ്മാവനെയും രക്ഷിച്ചു, കുഴിച്ചു മൂടി ഇരുമ്പ് മൊത്തം പുറത്തേക്ക് എടുത്തില്ലേ? ചേട്ടാ, അമ്മാവന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഇരുമ്പില്ലേ, അത് അടിച്ചു മാറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ കിട്ടും. എങ്കിൽ വേഗം വാ, ഒറ്റയടിക്ക് ആ അമ്മാവനെ അങ്ങ് പൊക്കിയെടുത്തോണ്ട് പോയേക്കാം. ഇവന്മാര് വീണ്ടും എത്തിയിരിക്കുകയാണല്ലോ. ഇല്ല അനന്തരവാ, ഇവന്മാരോടൊപ്പം വീണ്ടും ഫണ്ടൂസ് നഗർ ചുറ്റിക്കറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്. ചേടാ, അവരമ്മാവനെ കൊണ്ടങ്ങോട്ട് പോയല്ലോ. അനന്തരവാ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. കോച്ചി അങ്കിൾ, ഈ കഴുത്തി കിടക്കുന്ന ചാവി ഇതാ. ആ, ശരിയാണല്ലോ അനന്തരവാ. ഇത് ഏത് സാധനത്തിന്റെ താക്കോലാ? അതെ, ഓ യെസ്, അനന്തരവാ, ഇതാ മാഗ്നറ്റ് ബാൻഡിന്റെ താക്കോൽ തന്നെയാണ്. ഓ കോജി, ഇത്രയും നേരം ഈ ചാവി തന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ? അത് കയ്യിലുണ്ടായിട്ടും ഞങ്ങളെ ഇട്ട് കൊരങ്ങൊളിപ്പിക്കുകയായിരുന്നല്ലേ? അതിലൊരു ഗുണമുണ്ട്. പോലീസ് മാഡം, നിങ്ങളുടെ കിക്കിന്റെ പവർ ഒന്ന് കാണിക്കേ. ഈ ഡ്രമ്മിന് നല്ല പവർഫുൾ ആയിട്ടൊന്ന് കിക്ക്. നേരെ അമ്മാന്റെ അടുത്ത് ചെല്ലട്ടെ. കിക്ക് ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴും ഞാൻ മുന്നിലാണെന്ന് നിനക്കറിയാലോ. അനന്തരവാ, എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ ഇവിടം വരെ എത്തിയോ? പക്ഷെ നീ ഇതിൽ കുടുങ്ങി പോയല്ലോ മോനെ. അമ്മാവാ, ഞാൻ എന്താ കൊണ്ടുവന്നേക്കുന്നത് നോക്കി. എന്ത് താക്കോലോ? ഈ താക്കോല് കൊണ്ട് ഏത് ലോക്കറാ ഇപ്പൊ തുറക്കാൻ പോകുന്നത്? ലോക്കറൊന്നുമല്ല, മാഗ്നറ്റിക് ബാൻഡിന് ലോക്കാ തുറക്കണ്ടേ. എല്ലാം കൈവിട്ടു പോയല്ലോ. ഇരുമ്പും പോയി, അമ്മാവനും രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത് നല്ലത്. ഓടിക്കോ ചേട്ടാ, ഓടിക്കോ. എന്റെ അമ്മാവനെ ഇത്രയ്ക്കും ടോർച്ചർ ചെയ്തിട്ട് നീ എത്ര ഈസിയായി രക്ഷപ്പെടാന്ന് കരുതിയോ? മെറ്റൽ അടിച്ചു മാറ്റാൻ നിനക്കൊക്കെ വലിയ ഇഷ്ടല്ലേ? എന്നാലേ എന്നാ പിടിച്ചോ അനന്തരവന്റെ ഇതെന്താ? എന്റെ മെറ്റൽ ആറ്റ് വെച്ച് നിന്നെ ഞാൻ വക വരുത്തി തരാം. അയ്യോ.
കോജി, തന്റെ കണ്ടുപിടുത്തം ഇപ്പോഴാണ് ശരിക്കും വർക്കൗട്ട് ആയത്. കള്ളന്മാരെ പിടിക്കുന്ന കാര്യത്തിൽ തന്റെ ഈ ടെക്നിക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ വിട്ടേക്ക് പോലീസ് മാഡം, ഞങ്ങളൊന്നും അടിച്ചു മാറ്റിയിട്ടില്ല. വിട്ടേക്കാം, നിന്നെയൊക്കെ വിട്ടേക്കാടാ. പക്ഷേ നീ ഇനി ചെല്ലാൻ പോകുന്നത് ജയിലിലേക്കായിരിക്കും. ഞങ്ങളോട് ആര് കളിച്ചാലും അവര് വിവരം അറിയും. വലിയ വലിയ ക്രിമിനൽസിനെ പോലും പന്താടിയവരാ ഞങ്ങള്. ഈ അമ്മാവനും അനന്തരവനും